ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 97-ാം ദിവസം. സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനാകുന്നു. ഇന്നേ ദിവസം നമ്മൾ 1 സാമുവേൽ 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം എന്നിവയും 150-ാം സങ്കീർത്തനവും വായിക്കുന്നു. ദൈവസാന്നിധ്യത്തിൽ വളർന്നു വന്ന സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനാകുകയാണ്. ഇസ്രായേൽ ജനത ഫിലിസ്തീയക്കാരുമായി യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്നതും ഉടമ്പടി പേടകം ഫിലിസ്തീയക്കാർ പിടിച്ചെടുത്തു കൊണ്ടുപോയി അവരുടെ നഗരങ്ങളിൽ എത്തിക്കുന്നതും തുടർന്ന് കർത്താവിൻ്റെ കരത്താൽ പ്രഹരിക്കപ്പെടുന്നതും ഇന്ന് നാം വായിക്കുന്നു. മഹത്വം ഞങ്ങളെ വിട്ടുപോയി എന്ന് ഒരിക്കലും പറയാനോ അറിയാനോ ഇടയാവരുത് എന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇന്നത്തെ വചനവായനയിലൂടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം. സാമുവേലിനെ വിളിക്കുന്നു. ബാലനായ സാമുവേൽ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിനെ സേവിച്ചു പോന്നു. അക്കാലത്ത് കർത്താവിൻ്റെ വചനം വിരളമായിരുന്നു, ദർശനം അസാധാരണവും. ഒരു ദിവസം ഏലി സ്വന്തം സ്ഥലത്ത് ശയിക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ മങ്ങിത്തുടങ്ങിയിരുന്നു. അവന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. കർത്താവിൻ്റെ ദീപം ഇനിയും അണഞ്ഞിരുന്നില്ല. ദൈവത്തിൻ്റെ പേടകമുണ്ടായിരുന്ന കർത്താവിൻ്റെ ആലയത്തിൽ സാമുവേൽ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. എന്നിട്ട് അവൻ ഏലിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു പറഞ്ഞു, ഇതാ ഞാൻ, അങ്ങനെ വിളിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിച്ചില്ലല്ലോ, നീ തിരിച്ചു പോയി കിടന്നോളൂ. അവൻ പോയി കിടന്നു. സാമുവേൽ കർത്താവ് വിളിക്കുന്നത് ആവർത്തിച്ചു. സാമുവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, ഇതാ ഞാൻ, അങ്ങനെ വിളിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, എൻ്റെ മകനെ തിരിച്ചുപോയി കിടക്കുക. സാമുവേൽ ഇതുവരെയും കർത്താവിനെ അറിഞ്ഞിരുന്നില്ല. കർത്താവിൻ്റെ വചനം ഇതുവരെയും അവന് വെളിപ്പെട്ടിരുന്നുമില്ല. കർത്താവ് സാമുവേലിനെ 3-ാമത് വീണ്ടും വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇതാ ഞാൻ, അങ്ങനെ വിളിച്ചല്ലോ. കർത്താവാണ് ബാലനെ വിളിക്കുന്നതെന്ന് ഏലി മനസ്സിലാക്കി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, നീ പോയി കിടക്കുക. അവിടുന്ന് നിന്നെ വിളിക്കുകയാണെങ്കിൽ കർത്താവെ സംസാരിച്ചാലും, എന്തെന്നാൽ അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവേൽ പോയി സ്വസ്ഥാനത്ത് കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുമ്പത്തെ പോലെ വിളിച്ചു, സാമുവേൽ, സാമുവേൽ, അങ്ങ് സംസാരിച്ചാലും, എന്തെന്നാൽ അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു എന്ന് സാമുവേൽ ഉണർത്തിച്ചു. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. അത് ആര് കേട്ടാലും അവൻ്റെ ഇരുചെവികളും തരിച്ചു പോകും. ഏലിയുടെ കുടുംബത്തോട് ആദ്യന്തം ഞാൻ സംസാരിച്ചിട്ടുള്ളതെല്ലാം അവനെതിരെ അന്ന് ഞാൻ നടപ്പാക്കും. അവൻ അറിവുള്ള കുറ്റത്തിന് തൻ്റെ മക്കൾ തങ്ങൾക്ക് തന്നെ ശാപമുണ്ടാക്കി വെച്ചിട്ടും അവൻ അവരെ ശാസിച്ചില്ല എന്നതിന് ഞാൻ അവൻ്റെ കുടുംബത്തെ എന്നേക്കുമായി വിധിക്കാൻ പോവുകയാണ്. അവനോട് ഞാൻ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ആകയാൽ ഏലി കുടുംബത്തിൻ്റെ കുറ്റം ബലി കൊണ്ടോ കാണിക്ക കൊണ്ടോ നിത്യമായി പരിഹരിക്കപ്പെടുകയില്ലെന്ന് ഏലി കുടുംബത്തോട് ഞാൻ ശബ്ദം ചെയ്യുന്നു. പ്രഭാതം വരെ സാമുവേൽ കിടന്നു. അനന്തരം അവൻ കർത്താവിൻ്റെ ഭവനത്തിൻ്റെ വാതിലുകൾ തുറന്നു. ദർശനം ഏലിയോട് വിവരിക്കുവാൻ സാമുവേൽ ഭയപ്പെട്ടു. അപ്പോൾ സാമുവേലിനെ വിളിച്ചുകൊണ്ട് ഏലി പറഞ്ഞു, എൻ്റെ മകനെ സാമുവേൽ. അവൻ പറഞ്ഞു, ഇതാ ഞാൻ. അയാൾ ചോദിച്ചു, അവിടുന്ന് നിന്നോട് സംസാരിച്ച കാര്യം എന്താണ്? എന്നിൽ നിന്ന് മറച്ചു വയ്ക്കില്ലേ? അവിടുന്ന് നിന്നോട് പറഞ്ഞ എല്ലാ കാര്യത്തിലും നിന്ന് ഏതെങ്കിലും ഒരു കാര്യം എന്നിൽ നിന്ന് നീ മറച്ചു വെച്ചാൽ അതുപോലെയും അതിലധികവും ദൈവം നിന്നോട് ചെയ്യട്ടെ. സാമുവേൽ അവനിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാ കാര്യങ്ങളും അവനോട് വിവരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അത് കർത്താവാണ്.
എൻ്റെ ദൃഷ്ടിയിൽ നല്ലത് അവിടുന്ന് ചെയ്യട്ടെ. സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകൻ. സാമുവേൽ വലുതായി. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കുകളിലൊന്നും പാഴാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനായി വിശ്വാസ്യനായിരിക്കുന്നെന്ന് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞു. കർത്താവ് ഷീലോയിൽ പ്രത്യക്ഷപ്പെടുന്നത് തുടർന്നു. കാരണം കർത്തൃവചനത്തിലൂടെ ഷീലോയിൽ സാമുവേലിന് കർത്താവ് സ്വയം വെളിപ്പെടുത്തി. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം. ഫിലിസ്ത്യരുമായുള്ള യുദ്ധം. സാമുവേലിൻ്റെ വചനം ഇസ്രായേൽ മുഴുവനും വേണ്ടിയുള്ളതായിരുന്നു. ഇസ്രായേൽ ഫിലിസ്ത്യക്കാരെ നേരിടാൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ഇസ്രായേൽ എബനേസറിൻ്റെ പരിസരത്ത് പാളയമടിച്ചു. ഫിലിസ്ത്യക്കാർ അഫക്കിലും പാളയമടിച്ചു. ഫിലിസ്ത്യക്കാർ ഇസ്രായേലിനെ നേരിടാനായി അണിനിരന്നു. യുദ്ധം മുറുകിയപ്പോൾ ഇസ്രായേല്യർ ഫിലിസ്ത്യക്കാർക്ക് മുന്നിൽ പരാജിതരായി. പടനിലത്തിൽ വെച്ച് തന്നെ 4000-ഓളം ആളുകളെ അവർ വധിച്ചു. ജനം പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഫിലിസ്ത്യക്കാർക്ക് മുന്നിൽ ഇന്ന് കർത്താവ് നമ്മെ പരാജയപ്പെടുത്തിയത്? നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടി പേടകം നമ്മുടെ പക്കലേക്ക് കൊണ്ടുവരാം. അവിടുന്ന് നമ്മുടെ ഇടയിൽ വരുമ്പോൾ നമ്മുടെ ശത്രുക്കളുടെ മുഷ്ടിയിൽ നിന്ന് നമ്മെ രക്ഷിക്കും. അങ്ങനെ ജനം ഷീലോയിലേക്ക് ആളയച്ച് കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടി പേടകം അവിടെ നിന്ന് വഹിച്ചു കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പേടകത്തോടൊപ്പം അവിടെയുണ്ടായിരുന്നു. കർത്താവിൻ്റെ ഉടമ്പടി പേടകം പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ വൻ അട്ടഹാസം മുഴക്കി. ഭൂമി പ്രകമ്പനം കൊണ്ടു. ഉടമ്പടി പേടകം നഷ്ടപ്പെടുന്നു. അട്ടഹാസധ്വനി കേട്ട് ഫിലിസ്ത്യക്കാർ തിരക്കി. ഹെബ്രായ പാളയത്തിലെ ഈ വൻ അട്ടഹാസധ്വനി എന്താണ്? കർത്താവിൻ്റെ പേടകം പാളയത്തിലേക്ക് എത്തിയെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ ഫിലിസ്ത്യക്കാർ ഭയപ്പെട്ടു. പാളയത്തിലേക്ക് ദേവന്മാർ എത്തിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. തുടർന്ന് അവർ പറഞ്ഞു, നമുക്ക് ദുരിതം. മുമ്പൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. നമുക്ക് ദുരിതം. പ്രബലരായ ആ ദേവന്മാരുടെ കരത്തിൽ നിന്ന് ആര് നമ്മെ മോചിപ്പിക്കും? മരുഭൂമിയിൽ വെച്ച് സകല പ്രഹരവും കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ. ഹെബ്രായർ നിങ്ങൾക്ക് ദാസവേല ചെയ്ത പോലെ നിങ്ങൾ അവർക്ക് ദാസവേല ചെയ്യാതിരിക്കേണ്ടതിന് ഫിലിസ്ത്യക്കാരെ നിങ്ങൾ സുശക്തരാകുവിൻ, പൗരുഷമുള്ളവരാകുവിൻ, പൗരുഷമുള്ളവരായി പൊരുതുവിൻ. തുടർന്ന് ഫിലിസ്ത്യക്കാർ യുദ്ധം ചെയ്തു. ഇസ്രായേൽ പരാജിതരായി. അവർ ഓരോരുത്തരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പലായനം ചെയ്തു. ആഘാതം വളരെ വലുതായിരുന്നു. ഇസ്രായേൽക്കാരിൽ നിന്ന് 30,000 കാലാളുകൾ നിബദിച്ചു. ദൈവത്തിൻ്റെ പേടകം പിടിച്ചെടുക്കപ്പെട്ടു. ഏലിയുടെ 2 പുത്രന്മാർ ഹോഫ്നിയും ഫിനെഹാസും മരിച്ചു. ബെഞ്ചമിൻകാരനായ ഒരാൾ അന്ന് തന്നെ യുദ്ധരംഗത്ത് നിന്ന് ഓടി ഷീലോയിലെത്തി. അവൻ്റെ വസ്ത്രങ്ങൾ കീറപ്പെട്ടിരുന്നു, തലയിൽ പൂഴിയുണ്ടായിരുന്നു. അവൻ ചെന്നപ്പോൾ അതാ ഏലി വഴിയോരത്ത് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിലിരിക്കുകയായിരുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയം ഉത്കണ്ഠാകുലമായിരുന്നു. അവൻ പട്ടണത്തിൽ വിവരമറിയിക്കാനെത്തിയപ്പോൾ പട്ടണം മുഴുവൻ മുറവിളി കൂട്ടി. മുറവിളി ശബ്ദം കേട്ട് ഏലി ആരാഞ്ഞു, എന്താണ് ഈ അസ്വസ്ഥതയുടെ ആരവം? അവൻ തിടുക്കപ്പെട്ടു വന്ന് ഏലിയോട് വിവരിച്ചു. ഏലിക്ക് 98 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നയനങ്ങൾ മിഴിച്ചിരുന്നു. അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നില്ല. അവൻ ഏലിയോട് പറഞ്ഞു, ഞാൻ യുദ്ധമുഖത്തിന് നിന്ന് വരികയാണ്. ഇന്നാണ് ഞാൻ യുദ്ധരംഗത്ത് നിന്ന് പലായനം ചെയ്തത്. അദ്ദേഹം ചോദിച്ചു, എൻ്റെ മകനെ, എന്ത് കാര്യമാണ് ഉണ്ടായത്? അവൻ മറുപടിയായി ആ വാർത്ത അറിയിച്ചു. അവൻ പറഞ്ഞു, ഫിലിസ്ത്യക്കാരുടെ മുമ്പിൽ ഇസ്രായേൽ തോറ്റോടി. ജനത്തിനിടയിൽ വലിയ കൂട്ടക്കൊലയുമുണ്ടായി. കൂടാതെ അങ്ങയുടെ 2 പുത്രന്മാരും ഹൊഫ്നിയും ഫിനെഹാസും മരിച്ചു. ദൈവത്തിൻ്റെ പേടകം പിടിച്ചെടുക്കപ്പെടുകയും ചെയ്തു. അവൻ ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് അനുസ്മരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പീഠത്തിൽ നിന്ന് പുറകോട്ട് വാതിലിൻ്റെ പാർശ്വത്തിലേക്ക് മറിഞ്ഞു വീണു. വൃദ്ധനും ഭാരമുള്ളവനുമായിരുന്നതിനാൽ അദ്ദേഹം കഴുത്തൊടിഞ്ഞ് മരിച്ചു. അദ്ദേഹം 40 വർഷം ഇസ്രായേലിനെ ന്യായം വിധിച്ചു. അദ്ദേഹത്തിൻ്റെ മരുമകൾ ഫിനെഹാസിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, പ്രസവിക്കാറായിരുന്നു. ദൈവത്തിൻ്റെ പേടകം പിടിച്ചെടുക്കപ്പെട്ടതായും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചതായുമുള്ള വാർത്ത കേട്ടപ്പോൾ അവൾ ഞെളിപിരി കൊണ്ട് പ്രസവിച്ചു. എന്തെന്നാൽ അവളെ പ്രസവവേദന ഗ്രസിച്ചിരുന്നു. അവൾ മരിച്ചുകൊണ്ടിരിക്കെ അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു.
എന്നാൽ അവൾ പ്രത്യുത്തരിച്ചില്ല, അത് ശ്രദ്ധിച്ചുമില്ല. ദൈവത്തിൻ്റെ പേടകം പിടിച്ചെടുക്കപ്പെട്ടതിനെക്കുറിച്ചും തൻ്റെ അമ്മായിയപ്പനെയും ഭർത്താവിനെയും കുറിച്ചും മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 5-ാം അധ്യായം. കർത്തൃപേടകം ഫിലിസ്തീയ നഗരങ്ങളിൽ. ഫിലിസ്തീയക്കാർ ദൈവത്തിൻ്റെ പേടകം പിടിച്ചെടുത്ത് എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി. ഫിലിസ്തീയക്കാർ ദൈവത്തിൻ്റെ പേടകമെടുത്ത് അത് ദാഗോൻ്റെ ആലയത്തിലേക്ക് എത്തിച്ചു. പിന്നെ അവർ അത് ദാഗോൻ്റെ സമീപത്ത് സ്ഥാപിച്ചു. അഷ്ദോദുകാർ അടുത്ത ദിവസം പ്രഭാതത്തിൽ നേരത്തെ ഉണർന്നപ്പോൾ ഇതാ ദാഗോൻ കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ മുഖം കുത്തി നിലത്ത് മറിഞ്ഞു കിടക്കുന്നു. അവർ ദാഗോനെ എടുത്ത് യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിച്ചു. പിറ്റേന്നും അവർ നേരത്തെ ഉണർന്നപ്പോൾ ഇതാ ദാഗോൻ കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ മുഖം കുത്തി മറിഞ്ഞു കിടക്കുന്നു. ദാഗോൻ്റെ തലയും 2 കൈപ്പത്തികളും അറ്റ് ഉമ്മറപ്പടിയിലായിരുന്നു. ദാഗോൻ്റെ ബാക്കി ഭാഗം മാത്രം അവശേഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നുവരെയും ദാഗോൻ്റെ പുരോഹിതന്മാരും ദാഗോൻ്റെ ആലയത്തിൽ പ്രവേശിക്കുന്ന ആരും അഷ്ദോദിലുള്ള ദാഗോൻ്റെ ഉമ്മറപ്പടിമേൽ ചവിട്ടാത്തത്. കർത്താവിൻ്റെ കരം അഷ്ദോദുകാർക്കെതിരെ പ്രബലമായി. അവിടുന്ന് അവരെ വിസ്മയിപ്പിച്ചു. അവിടുന്ന് അവരെ അഷ്ദോദിനെയും അതിൻ്റെ ഭൂവിഭാഗങ്ങളെയും കുരുക്കൾ കൊണ്ട് പ്രഹരിച്ചു. അങ്ങനെ സംഭവിച്ചത് കണ്ട് അഷ്ദോദുകാർ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മോടൊത്ത് ഇരിക്കേണ്ട, എന്നാൽ അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോൻ്റെയും മേൽ കഠിനമായിരിക്കുന്നു. അവർ ആളയച്ച് ഫിലിസ്തീയ പ്രഭുക്കന്മാരെയെല്ലാം തങ്ങളുടെ അടുത്ത് വിളിച്ചുകൂട്ടി ചോദിച്ചു, ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ പേടകത്തോട് നാം എന്താണ് ചെയ്യേണ്ടത്? ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ പേടകം ഗത്തിനെ വലയം വയ്ക്കട്ടെ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ പേടകം വലം ചുറ്റാനിടയാക്കി. അവർ അത് വലം ചുറ്റാനിടയാക്കിയ ശേഷം കർത്താവിൻ്റെ കരം ആ പട്ടണത്തിൽ വളരെ വലിയ വിഭ്രാന്തിയുളവാക്കി. വലിപ്പ ചെറുപ്പമന്യേ നഗരത്തിലെ പൗരന്മാരെ അവിടുന്ന് പ്രഹരിച്ചു. അവരുടെ ഇടയിൽ കുരുക്കൾ വ്യാപിച്ചു. പിന്നെ അവർ ദൈവത്തിൻ്റെ പേടകം എക്രോണിലേക്ക് അയച്ചു. ദൈവത്തിൻ്റെ പേടകം എക്രോണിലെത്തിയപ്പോൾ എക്രോൺകാർ ഇപ്രകാരം മുറവിളി കൂട്ടി, ഞങ്ങളെയും ഞങ്ങളുടെ ജനത്തെയും നശിപ്പിക്കാനാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ പേടകം വലം ചുറ്റിച്ചിരിക്കുന്നത്. അവർ ആളയച്ച് ഫിലിസ്തീയ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി, ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ പേടകം നിങ്ങൾ വിട്ടുകൊടുക്കുവിൻ, അത് ഞങ്ങളെയും ഞങ്ങളുടെ ജനത്തെയും നിഹനിക്കാതിരിക്കാൻ അതിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. എന്തെന്നാൽ നഗരത്തിലാകെ മരണവിഭ്രാന്തിയായിരുന്നു. ദൈവകരം അവിടെ അതിപ്രബലമായിരുന്നു. മരിക്കാത്തവർ കുരുക്കളാൽ പ്രഹരിക്കപ്പെട്ടു. നഗരത്തിൻ്റെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു. 150-ാം സങ്കീർത്തനം. അനർഗളസ്തുതി. ഹല്ലേലൂയ. അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ തമ്പുരാനെ സ്തുതിക്കുവിൻ. അവിടുത്തെ ശക്തിയുടെ വാനവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ ധീരകൃത്യങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാതിശയത്തിനൊത്ത് അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളം മുഴക്കാത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പും നൃത്തവും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുഴലും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. മുഴങ്ങുന്ന കൈത്താളങ്ങളാൽ അവിടുത്തെ സ്തുതിക്കുവിൻ. മാറ്റൊലി കൊള്ളുന്ന കൈത്താളങ്ങളാൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശ്വാസമുള്ള സകലതും കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Don't wanna hold